ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീകൃഷ്ണന്റെ വായിൽ യശോദ ലോകം മുഴുവൻ കണ്ട കഥ. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ വായിൽ വിശ്വരൂപം കണ്ടതാണ്. ഉണ്ണിക്കണ്ണൻ അമ്മയുടെ മടിയിൽ മുലപ്പാൽ കുടിച്ച് മലർന്ന് കിടക്കുകയായിരുന്നു. ഭഗവാൻ കോട്ടുവാ കൊണ്ട് വാ പിളർന്നു. ഭഗവാന്റെ വായ്ക്കുള്ളിൽ യശോദ സർവ്വചരാചരങ്ങളും നിറഞ്ഞ ലോകം കണ്ടു. മറ്റൊരിക്കൽ കൂട്ടുകാർ പറിച്ച പഴമെല്ലാം ഭഗവാൻ അവർക്ക് കൊടുക്കാതെ ഭക്ഷിച്ചതിനാൽ കോപം കൊണ്ട് കണ്ണൻ മണ്ണ് തിന്നു എന്ന് അവർ യശോദയോട് കള്ളം പറഞ്ഞു. പ്രളയാവസരത്തിൽ പഞ്ചഭൂതങ്ങളെയും ഭക്ഷിക്കുന്ന ഭഗവാന് ഒരൽപ്പം മണ്ണ് അകത്ത് ചെന്നാൽ രോഗമുണ്ടാകുമെന്ന വിചാരം യശോദയെ കോപിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തു. വിനയം വെടിഞ്ഞ് മണ്ണ് തിന്ന് കുസൃതി കാണിക്കുന്നത് എന്തിനാണെന്ന് മാതാവ് ചോദിച്ചപ്പോൾ ഭഗവാൻ വളരെ നേരം ചിരിച്ച് താൻ മണ്ണ് തിന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ തിന്നില്ലമ്മേ, കണ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവരും കൃഷ്ണൻ മണ്ണ് തിന്ന കാര്യം പറഞ്ഞപ്പോൾ യശോദയ്ക്ക് തള്ളിക്കളയാനായില്ല. കൃഷ്ണൻ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ യശോദ കണ്ണനോട് വായ തുറക്കാൻ പറയുന്നു. കണ്ണൻ താമര വിടരും പോലെ വായ തുറന്നു. കണ്ണൻ്റെ വായിൽ കുറച്ചെങ്കിലും മണ്ണ് കാണാൻ കൊതിച്ച യശോദയെ സന്തോഷിപ്പിക്കുവാനായി കൃഷ്ണൻ വാ നല്ലവണ്ണം തുറന്ന് ഭൂമിയും മറ്റെല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു. ശ്രീകൃഷ്ണൻ്റെ വായ്ക്കുള്ളിൽ ഓരോ ഭാഗത്തായി വനം, സമുദ്രം, ആകാശം, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവയെല്ലാം യശോദ കണ്ടു. യശോദ തൻ്റെ പുത്രൻ്റെ വായിൽ തൻ്റെ മകനെ തന്നെ പാലാഴിയിലെ അനന്തശായിയായും വൈകുണ്ഠവാസിയായ വിഷ്ണുവായും സ്വന്തം പുത്രനായും കണ്ടു. ലോകങ്ങൾ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ വായ്ക്കുള്ളിൽ അത്തരം പിളർന്ന വായോടുകൂടിയ ഭഗവാൻ യശോദയ്ക്ക് കാണത്തക്കവണ്ണം വ്യക്തമായി അനവധി ലോകങ്ങൾ സൃഷ്ടിച്ചു. ക്ഷണനേരം കൊണ്ട് തത്വജ്ഞാനം ജനിച്ച യശോദയോട് സ്നേഹം പ്രകടിപ്പിച്ച് അമ്മിഞ്ഞ പാൽ തരൂ എന്ന് പറഞ്ഞ് മായാമോഹിതയാക്കി തീർത്തു. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതപാലനായ ഭഗവാനെ എന്നെ അങ്ങ് കാത്തു രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 46. കൃഷ്ണന്റെ വായിൽ യശോദ ലോകം മുഴുവൻ കണ്ട കഥ. ശ്ലോകം 1. അയി ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ഥയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവീ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. അയി ദേവ പുരാ കില ത്വയി സ്വയം ഉത്ഥാനശയേ സ്തനന്ഥയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വം അചഷ്ട വല്ലവീ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അയി ദേവ, അല്ലയോ ഭഗവാനെ, പുരാ കില, പണ്ടൊരിക്കൽ, ത്വയി, അങ്ങ്, സ്വയം, തന്നെത്താൻ, ഉത്ഥാനശയെ, മലർന്നു കിടക്കുമ്പോൾ, സ്തനന്ഥയെ, മുലകുടി പ്രായത്തിൽ കഴിയുന്ന, പരിജൃംഭണത, കോട്ടുവായിടുന്നതിനാൽ, വ്യപാവൃതേ, മലർക്കെ തുറന്ന, വദനേ, വായിൽ, വിശ്വം, സകല ലോകവും, അചഷ്ട, കണ്ടു, വല്ലവി, ഗോപസ്ത്രീയായ യശോദ. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. അയി ദേവ പുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ഥയേ. ന്ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സ്ത എന്നുള്ളത് ഊന്നേണ്ട ആവശ്യമില്ല. ന്ഥ എന്നുള്ളത് ഊന്നി പറയണം. പരിജൃംഭണതോ, ജൃംഭ എന്നുള്ള അക്ഷരം
ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വ്യപാവൃതേ വദനേ വിശ്വമചഷ്ട വല്ലവി. അയി ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമചഷ്ടവല്ലവി. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചനകൃതാ തവ മൃത്ഭോജനമൂജുരർഭകാ. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിൻ്റെ അർത്ഥവും നോക്കാം. പുനർ അപ്യഥ ബാലകൈ, അവിടെ വിസർഗിട്ട് ചൊല്ലുമ്പോൾ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. സമം ത്വയി ലീലാനിരതേ ജഗത്പദേ ഫല സഞ്ജയ വഞ്ചന കൃതാ തവ മൃത്ഭോജനം ഊജുർ അർഭകാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പുനരപി വേറൊരു സന്ദർഭത്തിലും, അഥ പിന്നീട്, ബാലകൈ സമം ബാലകന്മാരോട് കൂടി, ത്വയി അവിടുന്ന്, ലീലാനിരതേ ലീലയിൽ മുഴുകുമ്പോൾ, ജഗത്പദേ ജഗന്നിയന്താവേ, ഫലസഞ്ജയ വഞ്ചനകൃത. ഒന്നിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഫലസമൂഹം ചതിവിൽ അപഹരിച്ചതിലുള്ള കോപത്താൽ, തവ അങ്ങയുടെ, മൃത്ഭോജനം മണ്ണാഹാരം, ഊചിരെ പറഞ്ഞുപോയി, അർഭക കുട്ടികൾ. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. പുനരപ്യഥ, അഥ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ബാലകൈ സമം വിസർഗം ഇല്ലാതെ ചേർത്ത് ചൊല്ലുമ്പോൾ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. ബാലകൈ ബ എന്ന് ശ്രദ്ധിച്ചോളൂ. ത്വയി ലീലാനിരതേ ജഗത്പദേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചനകൃത. ഫലസഞ്ജയ ഫ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഫ എന്നുള്ളത് സഞ്ജയ ഞ ച എന്നാണ്. വഞ്ചന ഇവിടെ അതുപോലെ ഞ ച എന്നാണ്. കൃത ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തവ മൃത്ഭോജനം ഭോജനം എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം, ചേർത്ത് ചൊല്ലാനുള്ളതാണത്. മൃത്ഭോജനം ഊജുരർഭക. അർഭക ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക എന്ന് നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ അങ്ങനെ നിർത്തണം. തവ മൃത്ഭോജനമൂജുരർഭക അങ്ങനെ നിർത്താം. പുനരപ്യഥ ബാലകൈ സമം ത്വയി ലീലാനിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചനകൃതാ തവ മൃത്ഭോജനമൂജുരർഭകാ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.